ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് 4 സുവിശേഷങ്ങളുടെ 4 പ്രതീകങ്ങളെക്കുറിച്ചാണ്. ആ പ്രതീകങ്ങൾ എന്തൊക്കെയാണ് പ്രതിനിധാനം ചെയ്യുന്നത് എന്നതിനെക്കുറിച്ചാണ്. അപ്പം 4 സുവിശേഷങ്ങൾക്കും ഓരോ സുവിശേഷത്തിനും ഓരോ പ്രതീകങ്ങളുണ്ട്. ഉദാഹരണത്തിന് മത്തായിയുടെ സുവിശേഷത്തിന് ഒരു മനുഷ്യൻ്റെ പ്രതീകമാണ് നൽകുന്നത്. മർക്കോസിൻ്റെ സുവിശേഷത്തിന് ചിറകുകളുള്ള ഒരു സിംഹത്തിൻ്റെ പ്രതീകമാണ് നൽകുന്നത്. ലൂക്കായുടെ സുവിശേഷത്തിന് ചിറകുകളുള്ള ഒരു കാളയുടെ പ്രതീകമാണ് നൽകുന്നത്. യോഹന്നാൻ്റെ സുവിശേഷത്തിന് ഒരു പറന്നുയരുന്ന ഒരു പരുന്തിൻ്റെ ചിത്രീകരണമാണ് നൽകിയിരിക്കുന്നത്. അപ്പം എന്താണ് ഇതിൻ്റെയൊക്കെ സൂചനകൾ? അപ്പോൾ ഇത് ആരംഭിക്കുന്നത് എസെക്കിയേലിൻ്റെ പുസ്തകം 1-ാം അധ്യായം 1 മുതൽ 21 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ എസെക്കിയേലിനുണ്ടാകുന്ന ഒരു വെളിപാടിനെ കുറിച്ച് കാണുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം അതിൽ കുറച്ച് സ്വർഗീയമായ വെളിപാടുകൾ അദ്ദേഹത്തിന് ലഭിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ കാണിച്ചിരിക്കുന്ന ചില മൃഗങ്ങൾക്ക് ഈ 4 സിംബലുകളുമായിട്ട് അല്ലെങ്കിൽ 4 പ്രതീകങ്ങളുമായിട്ട് വളരെയധികം സാമ്യമുണ്ട്. അപ്പം അതാണ് ആദ്യമായി നമ്മൾ ഈ ചിഹ്നങ്ങൾ കാണുന്നത് പഴയ നിയമത്തിലാണ്. പിന്നീട് നമ്മളിത് കാണുന്നത് വെളിപാട് പുസ്തകത്തിലെ 4-ാം അധ്യായം 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിലും ഇതേപോലെയുള്ള ചില മൃഗങ്ങളെ പ്രതീകാത്മകമായി നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഇങ്ങനെ നമ്മൾ കാണുന്നുണ്ട്. ഇത് സ്വർഗീയമായ ചില അനുഭവങ്ങളാണ്. അപ്പോൾ ഈ 2 പ്രതീകങ്ങളെ, അതായത് പഴയ നിയമത്തിലെയും പുതിയ നിയമത്തിലെയും ഈ 2 പ്രതീകങ്ങളെ ഒരുമിച്ചിണക്കിക്കൊണ്ട് അതിന് സുവിശേഷങ്ങളുമായി ബന്ധമുണ്ടെന്ന് ആദ്യമായി പറഞ്ഞത് ഇറേനിയൂസ് എന്ന് പറയുന്ന ഒരു വിശുദ്ധനാണ്. അദ്ദേഹം ഒരു സഭാപിതാവും ഒരു പണ്ഡിതനൊക്കെയാണ്. അപ്പോൾ അദ്ദേഹമാണ് പറഞ്ഞത് ഈ ഓരോ ചിഹ്നങ്ങൾക്കും ഈ ഓരോ പ്രതീകങ്ങൾക്കും സുവിശേഷങ്ങളുമായി ഓരോ ബന്ധമുണ്ട്. അപ്പോൾ അദ്ദേഹം അതിനെക്കുറിച്ച് ആദ്യമായി അദ്ദേഹം പറഞ്ഞത് ഈ സിംഹം സൂചിപ്പിക്കുന്നത് യേശുനാഥൻ്റെ റോയൽറ്റിയാണ്. അത് യേശുനാഥൻ രാജാവാണ്. അപ്പോൾ യൂദയായിലെ ലയൺ, യൂദയായിലെ സിംഹത്തെക്കുറിച്ച് നമ്മൾ പഴയ നിയമത്തിൽ കാണുന്നുണ്ട്. അപ്പോൾ അത് ഈശോയാണ്. അപ്പോൾ ഈ സിംഹം പ്രതിനിധാനം ചെയ്യുന്നത് ഈശോയുടെ റോയൽറ്റി അല്ലെങ്കിൽ അവിടുത്തെ രാജകീയതയും അവിടുത്തെ ആ ഗാംഭീര്യവും അവിടുത്തെ പ്രൗഢിയും ഒക്കെയാണ് അത് കാണിക്കുന്നത്. പിന്നീട് രണ്ടാമത്തെ നമ്മൾ കാണുന്നത് ഒരു കാളയാണ്. അപ്പോൾ ഈ കാള പ്രതിനിധാനം ചെയ്യുന്നത് ഈ ദേവാലയത്തിൽ, അതായത് ഈ ജെറുസലേം ദേവാലയത്തിൽ ബലിയർപ്പിക്കപ്പെട്ടിരുന്ന കാളകളെക്കുറിച്ച് പറയുന്നുണ്ട്, കാളയും കാളക്കുട്ടിയെക്കുറിച്ചും. അപ്പം ഇത് സൂചിപ്പിക്കുന്നത് യേശുനാഥൻ ആകുന്ന യേശുവും ഒരു ബലിമൃഗമാണ്. യേശുനാഥൻ്റെ ആ ബലിയെയാണ് സൂചിപ്പിക്കുന്നത്. ബലിയർപ്പിക്കപ്പെട്ട യേശുനാഥൻ്റെ ഒരു സൂചനയാണ് ഈ കാളക്കുട്ടി നൽകുന്നത്. പിന്നീട് നമ്മൾ കാണുന്നത് ഒരു മനുഷ്യനാണ്. അപ്പം ഈ മനുഷ്യനെ സൂചിപ്പിക്കുന്നത് യേശുനാഥൻ മനുഷ്യാവതാരം ചെയ്തതിനെക്കുറിച്ചാണ്. അവിടുന്ന് മനുഷ്യാവതാരം ചെയ്ത ഒരു ദൈവമാണ്. അപ്പോൾ അതിൻ്റെ ഒരു സൂചനയാണ്. പിന്നീട് നമ്മൾ കാണുന്നത് പരുന്താണ്. പരുന്ത് അവിടുത്തെ ദൈവികതയെ സൂചിപ്പിക്കുന്നു. അത് സ്വർഗീയമായ ഒരു ഉന്നതിയെ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ യേശുനാഥൻ ദൈവമാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ചിഹ്നമാണ് ഈ പരുന്ത്. അപ്പം ഇത് 4 എങ്ങനെയാണ് സുവിശേഷങ്ങളുമായി ബന്ധപ്പെടുന്നത്? അപ്പോൾ ഈ ഇറേനിയൂസ് പറയുന്നത് ഓരോ സുവിശേഷവും പ്രതിനിധാനം ചെയ്യുന്ന യേശുനാഥൻ്റെ ഓരോ പ്രത്യേകതകളാണ്. അപ്പോൾ അങ്ങനെയാണ് അദ്ദേഹം പറയുന്നത്. മത്തായിയുടെ സുവിശേഷത്തിൽ കാണുന്നത് ഒരു മനുഷ്യനായ യേശുനാഥനെ കുറിച്ചാണ്. അപ്പോൾ മത്തായിയുടെ സുവിശേഷത്തിൽ നമ്മൾ പലപ്പോഴും കാണുന്നുണ്ട് മനുഷ്യപുത്രൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പോൾ യേശുനാഥൻ്റെ മാനുഷികതയ്ക്ക് പ്രാധാന്യം നൽകുന്നുണ്ട്. അങ്ങനെ അവിടുന്ന് എങ്ങനെയാണ് മനുഷ്യനായത്? അപ്പം ഈ മത്തായിയുടെ സുവിശേഷം ആരംഭിക്കുന്നത് തന്നെ യേശുനാഥൻ്റെ ജനനത്തെക്കുറിച്ചൊക്കെ പറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ അവിടുന്ന് മനുഷ്യനായി ജനിച്ച് ജീവിച്ച് മരിച്ച ഒരു ദൈവമാണ് എന്നുള്ള ഒരു സൂചന നൽകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് മത്തായിയുടെ സുവിശേഷം മനുഷ്യൻ്റെ പ്രതീതി നൽകുന്നത്. യേശുനാഥൻ മനുഷ്യപുത്രനായ യേശുനാഥനെ കുറിച്ചാണ് മത്തായി സംസാരിക്കുന്നത്. രണ്ടാമത് മർക്കോസിൻ്റെ സുവിശേഷത്തെ നമ്മൾ കാണുന്നത് ചിറകുകളുള്ള ഒരു സിംഹത്തോടാണ്. അപ്പോൾ സിംഹം സൂചിപ്പിക്കുന്ന ഈ മർക്കോസിൻ്റെ സുവിശേഷത്തിൽ പ്രത്യേകിച്ച് ആ സുവിശേഷത്തിൽ തന്നെ നമുക്ക് സ്നാപക യേശുനാഥനെ കുറിച്ച് പ്രഘോഷിക്കുന്നതിൻ്റെ ഒരു പഴയ നിയമ വെളിപാട് നൽകുന്നുണ്ട്. അതായത് അത് ഈ യെശയ്യാ പ്രവാചകൻ പറയുന്നത് പോലെ മരുഭൂമിയിൽ വിളിച്ചു പറയുന്ന ഒരു ശബ്ദമാണ് അദ്ദേഹം ഈ സ്നാപയോഹന്നാൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ സ്നാപയോഹന്നാൻ്റെ ആ വിളിച്ചു പറയൽ, അതിനെയാണ് ഈ സിംഹഗർജനം എന്ന് പറയുന്നത്. യേശുനാഥൻ വരുന്നതിനെക്കുറിച്ച് മുമ്പേ ഈ പ്രവാചകന്മാരിലൂടെ ദൈവം സംസാരിച്ചു. ആ മരുഭൂമിയിലെ ഒരു സിംഹഗർജനം യേശുനാഥന് വഴിയൊരുക്കാൻ. അപ്പോൾ അങ്ങനെ ഒരു സൂചന നൽകുന്നുണ്ട്. അതോടൊപ്പം തന്നെ യേശുനാഥൻ്റെ അവിടുന്ന് രാജാവാണ് എന്നുള്ളൊരു സൂചന കൂടെ അത് നൽകുന്നുണ്ട്. മർക്കോസിൻ്റെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നുണ്ട് ഗംഭീരത്തോടെ കടന്നു വരുന്ന യേശുനാഥൻ്റെ വരവിനെ കുറിച്ചൊക്കെ. അപ്പോൾ അതുകൊണ്ടാണ് ആ സുവിശേഷത്തിൽ അങ്ങനെ ബന്ധിപ്പിക്കുന്നത്. മൂന്നാമത് ലൂക്കായുടെ സുവിശേഷത്തിൽ വളരെ പ്രത്യേകിച്ച് ഈ ബലിയർപ്പിക്കപ്പെടുന്ന യേശുനാഥനെ കുറിച്ച് നമുക്ക് കാണാൻ സാധിക്കും. അത് നമ്മൾ കൂടുതലും വ്യക്തമായി അതിനെ കാണുന്നത് ലൂക്കായുടെ സുവിശേഷത്തിൽ ഈ യേശുനാഥനെ കുറിച്ചുള്ള വാർത്ത ലഭിക്കുന്നത് തന്നെ സക്രിയ ബലിയർപ്പിക്കാൻ വേണ്ടി, അതായത് ധൂപമർപ്പിക്കാൻ വേണ്ടി ദേവാലയത്തിലായിരിക്കുമ്പോഴാണ്. അപ്പോൾ ദേവാലയവുമായി ബന്ധമുണ്ട്. ആ ദേവാലയവുമായിട്ടുള്ള ബന്ധം യേശുനാഥൻ്റെ
ഒരു സൂചനയാണ്. യേശുനാഥൻ മരിക്കാനുള്ള കുഞ്ഞാടാണ്, ബലിയർപ്പിക്കപ്പെടാനുള്ള കുഞ്ഞാടാണെന്നൊക്കെയുള്ള സൂചനയാണ്. അപ്പോൾ ആ സൂചനയുടെ ഫലമായിട്ടാണ് ഈ കുഞ്ഞാടിനെ നമ്മൾ ഈ കാളക്കുട്ടി നമ്മൾ കാണുന്നത്. മാത്രമല്ല പിന്നീട് നമ്മൾ ഇതിന് മറ്റൊരു സൂചന കാണുന്നത് ഈ ലൂക്കായുടെ സുവിശേഷത്തിൽ മാത്രമുള്ള ഈ ധൂർത്തപുത്രൻ്റെ ഉപമയിൽ തിരികെ വരുന്ന ധൂർത്തപുത്രനെ സ്വീകരിക്കാൻ വേണ്ടി അവിടെ ബലിയർപ്പിക്കപ്പെടുന്ന അല്ലെങ്കിൽ കൊല്ലപ്പെടുന്ന ഒരു കാളക്കുട്ടിയെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ അതും യേശുനാഥൻ്റെ സൂചനയാണ്. ഒരു പാപിയായ മനുഷ്യൻ സ്വീകരിക്കപ്പെടുമ്പോൾ അതിന് പകരമായി ബലിയർപ്പിക്കപ്പെടുന്ന യേശുനാഥൻ. അപ്പോൾ ഈ ഒരു സൂചനയിൽ ലൂക്ക നൽകുന്നത് കൊണ്ടാണ് ഈ കാളയുടെ സിമ്പൽ, അതിൻ്റെ പ്രതീകം ഈ ലൂക്കയുടെ സുവിശേഷം നൽകുന്നത്. യോഹന്നാൻ്റെ സുവിശേഷത്തിന് നമ്മൾ ചിത്രീകരിക്കുന്നത് പറന്നുയരുന്ന ഒരു കഴുകൻ അല്ലെങ്കിൽ ഒരു പരുന്തായിട്ടൊക്കെയാണ്. എന്തിനാണ് എന്ന് ചോദിച്ചാൽ, ഒന്ന് യേശുനാഥൻ്റെ ദൈവീകതയെക്കുറിച്ച് വാദവരത് സംസാരിക്കുന്ന ഒരു സുവിശേഷമാണ് യോഹന്നാൻ്റേത്. നമുക്ക് അതിൽ വളരെ വ്യക്തമായിട്ട് കാണാം. യോഹന്നാൻ സുവിശേഷം ആരംഭിക്കുമ്പോൾ തന്നെ അവിടുന്ന് വചനമായിരുന്നു എന്നും ഈ വചനം ദൈവത്തോടൊപ്പമായിരുന്നു എന്നും വചനം ദൈവമായിരുന്നു എന്നൊക്കെ സൂചനയാണ്. അപ്പോൾ ഇത് ഒരു സ്വർഗീയമായ തലത്തിലേക്ക് ഓരോ മനുഷ്യനെ ഉയർത്തുകയാണ്, ദൈവത്തിൻ്റെ യേശുനാഥൻ്റെ ദൈവികതയിലേക്ക് ഉയർത്തുന്ന ഒരു അടയാളമേ പറയുന്നത്. അപ്പോൾ അങ്ങനെ ഓരോ സുവിശേഷങ്ങളും യേശുനാഥൻ്റെ ഓരോ പ്രത്യേകതകളെ സൂചിപ്പിക്കുന്നത് കൊണ്ട് ആ പ്രത്യേകതകൾക്ക് സൂചന നൽകുന്ന ഓരോ പ്രതീകങ്ങൾ ഇതിന് നൽകിയിരിക്കുന്നതാണ്. അതാണ് ഈ ഓരോ പ്രതീകങ്ങളുടെയും അർത്ഥം.